ഒർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഹകരണ നിയമത്തിൽ ഈയിടെ വന്നിരിക്കുന്ന ഭേദഗതികളെ സംബന്ധിച്ച ക്ലാസ്സുകളാണ് നിങ്ങൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും കേട്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സെക്ഷൻ 2 ഭേദഗതികൾ സംബന്ധിച്ചാണ് പഠിച്ചത്. അത് കേൾക്കാത്തവർ അത് കേൾക്കണം, പല പ്രാവശ്യം കേട്ടത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള ക്ലാസ്സുകളിലെല്ലാം ഇതിൻ്റെ ഭേദഗതി സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുക. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അടുത്തത് 3-ാമത്തെ സെക്ഷനാണ്. സെക്ഷൻ 3, വകുപ്പ് 3, രജിസ്ട്രാർ. ഇപ്പോൾ 3-ാം വകുപ്പിൽ പ്രിൻസിപ്പൽ ആക്ടിലെ 3rd സെക്ഷനിലെ സബ്സെക്ഷൻ 1-ൽ വന്നിരിക്കുന്ന ഭേദഗതി, അതായത് ഒരു വ്യക്തിയെ എന്ന വാക്ക് അതിനകത്ത് പറയുന്നത് എ പേഴ്സൺ എന്നാണ് പറയുക. പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, എ പേഴ്സൺ. അപ്പം ദി ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ് എന്നാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ എ പേഴ്സൺ എന്നുള്ളതിന് പകരമായിട്ട് അവിടെ ദി വേർഡ്സ് എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പം എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നവിടെ ചേർക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഓഫീസറെ. അപ്പം ഒരു വ്യക്തിയെ എന്നുള്ളത് മാറ്റി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഓഫീസറെ എന്ന് അവിടെ ചേർക്കേണ്ടതാണ്. അതാണ് 3-ാം വകുപ്പിൽ 1-ാം വകുപ്പിൽ വന്നിരിക്കുന്ന ആദ്യത്തെ മാറ്റം. ഇനി സബ്സെക്ഷൻ 2-ൽ, അതായത് 2-ാം വകുപ്പിൽ, ദി ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എനി പേഴ്സൺ എന്നുള്ളത് മാറ്റിയതിന് ശേഷം എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പം എനി പേഴ്സൺ, ഏതൊരാൾക്കും എന്ന വാക്കുകൾക്ക് പകരം സംസ്ഥാന സർക്കാരിൻ്റെ ഏതൊരു ഓഫീസർക്കും എന്ന വാക്കുകൾ ചേർക്കണം. ഇതാണ് 3-ാം വകുപ്പിൽ വന്നിരിക്കുന്ന ഭേദഗതി. ഇനി അതിനുശേഷം 7-ാം വകുപ്പിലാണ് സെക്ഷൻ 7, രജിസ്ട്രേഷൻ സംബന്ധിച്ച വകുപ്പ്. 7-ാം വകുപ്പിലെ ഭേദഗതി. അതിൽ 1-ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്നതാണ് ആദ്യത്തെ മാറ്റം. ഡി, സബ്സെക്ഷൻ 1-ൽ ഡി എന്ന് പറയുന്ന ക്ലോസ് ഉണ്ട്. അതിൽ റൂൾസ് കഴിഞ്ഞ് വരുന്ന ആൻഡ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ചെറിയൊരു മാറ്റമാണ്. അത് നിങ്ങൾ പുസ്തകത്തിൽ തിരുത്തിയാൽ മതി. രജിസ്ട്രേഷൻ സംബന്ധിച്ച് 7-ാം വകുപ്പിൽ അതിൻ്റെ സബ്സെക്ഷൻ 1-ൽ ABCD എന്ന് പറഞ്ഞ് പല ക്ലോസുകളുണ്ട്. അതിൽ ഡിയിൽ ആൻഡ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ദ പ്രൊപ്പോസ്ഡ് ബൈലോസ് ആർ നോട്ട് കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ദ റൂൾസ് ആൻഡ് എന്നുകൂടെയുണ്ട്. അപ്പോൾ ആൻഡ് വേണ്ട, അവിടെ അത് ഒഴിവാക്കുക. പിന്നെ അതിന് ശേഷം ഈ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. ദാറ്റ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലൈസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് സൗണ്ട് ബിസിനസ്. അതിനുശേഷം ഹി മേ രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ബൈലോസ് വിതിൻ എ പീരീഡ് ഓഫ് 90 days for the date of receipt of application എന്നതിന് ശേഷം
അവിടെ ആൻഡ് കൂട്ടിച്ചേർക്കണം. അവിടെയാണ് ആൻഡ് വേണ്ടത്. അപ്പം ഈ കഴിഞ്ഞതിന് ശേഷം പുതുതായിട്ട് ഒരു ക്ലോസും കൂടെ വരികയാണ്. എഫ് എന്ന് പറയുന്ന ക്ലോസിൽ നിർദ്ദിഷ്ട വായ്പാ സംഘങ്ങൾ ഏറ്റവും കുറവ് ഓഹരി മൂലധനമായി 2.5 ലക്ഷം രൂപ സമാഹരിച്ചെന്നും വായ്പേതര സഹകരണ സംഘങ്ങൾ 1 ലക്ഷം രൂപ സമാഹരിച്ചെന്നും, എന്നാൽ SC/STയുടെയും ഫിഷറീസിൻ്റെയും വനിതകളുടെയും സഹകരണ സംഘങ്ങൾക്കും പാരമ്പര്യ വ്യവസായ സഹകരണ സംഘങ്ങൾക്കും ഈ നിബന്ധന ബാധകമാകുന്നതല്ല എന്നവിടെ പുതുതായിട്ടൊരു ക്ലോസ് വരികയാണ്. എഫ്. നിർദ്ദിഷ്ട വായ്പാ സംഘങ്ങൾ ഏറ്റവും കുറവ് ഓഹരി മൂലധനത്തിലുമായി 2.5 ലക്ഷം രൂപ സമാഹരിച്ചെന്നും വായ്പേതര സഹകരണ സംഘങ്ങൾ 1 ലക്ഷം രൂപ സമാഹരിച്ചെന്നും, അതിന് താഴെ എന്നാൽ SC/STയുടെയും ഫിഷറീസിൻ്റെയും വനിതകളുടെയും സഹകരണ സംഘങ്ങൾക്കും പാരമ്പര്യ വ്യവസായ സഹകരണ സംഘങ്ങൾക്കും ഈ ക്ലോസ് ബാധകമാകുന്നതല്ല. അതിനുശേഷം ബി എന്ന് പറയുന്ന ഒരു ക്ലോസിൽ, അതായത് നമ്മൾ 90 ദിവസത്തിനകം എന്ന വാക്ക്, ആ വാക്കുകൾക്ക് പകരം 60 ദിവസം എന്നാക്കണം. 90 ദിവസം എന്നുള്ളതെല്ലാം മാറ്റി 60 ദിവസം എന്നാക്കണം. അതുപോലെ സബ്സെക്ഷൻ 2-ൽ 7 days എന്ന് പറയുന്നുണ്ട്. Where the registrar refuses to register a society, he shall communicate the order of refusal together with the reasons there for within 7 days of such order to such of the applicants as may be prescribed എന്നാണ്. അതിൽ ഈ 7 days എന്നുള്ള മാറ്റി 15 days എന്നാക്കണം, 15 ദിവസം എന്നാക്കണം. അത് നിലവിൽ ആക്റ്റിൽ 7 ദിവസം എന്നും റൂളിൽ 15 ദിവസം എന്നും ആയിരുന്നു. അത് മാറ്റി ഇപ്പോൾ 15 ദിവസം എന്നാക്കിയത്. റൂളിലെ കൂട്ട് തന്നെ ഇവിടെ ആക്കി 15 days ഓഫ് സച്ച് ഓർഡർ എന്നാക്കി. റിജക്റ്റ് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 15 ദിവസത്തിന് റിജക്റ്റ് ചെയ്യണമെന്നാക്കി. സബ്സെക്ഷൻ 3-ൽ പറഞ്ഞു 90 ദിവസത്തിനകന്ന വാക്കുകൾ എവിടെയെല്ലാം ഉണ്ടോ അതിന് പകരം അത് 60 ദിവസങ്ങൾക്കകം എന്ന വാക്കുകൾ ചേർക്കണം. 90 എന്നുള്ള 60 എന്നാക്കി. അടുത്ത ഭേദഗതി എന്ന് പറയുന്നത് സെക്ഷൻ 8A ആണ്. 8A. സെക്ഷൻ 8 അറിയാം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. 8A എന്ന് പറയുന്ന അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റിയാണ്. ആ അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ആദ്യം എൻ്റെ സബ്സെക്ഷൻ 2-ൽ 60 days അത് മാറ്റി 45 days എന്നാക്കിയിട്ടുണ്ട്. Where the apex society or central society does not within 60 days from the date of receipt of the application for affiliation എന്നുള്ളത് within 45 days from the date of receipt of the application ആക്കിയിട്ടുണ്ട്. അതാണ് 8A-ൽ 60 ദിവസത്തിനുള്ളിൽ നിന്നുള്ള വാക്കുകൾ എവിടെയൊക്കെയാണോ വരുന്നത് അവിടെയെല്ലാം 45 ദിവസങ്ങൾക്കുള്ളിൽ എന്ന് വാക്കുകൾ ചേർക്കണം. അടുത്തത് സെക്ഷൻ 14, 14-ാം വകുപ്പ്. 14-ാം വകുപ്പ് നമുക്കറിയാം, അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. അവിടെ ഹെഡിങ്ങിൽ തന്നെ ഒരു മാറ്റം ആണ് ആദ്യം വന്നിരിക്കുന്നത്.
ഹെഡിങ്ങിൽ അമാൽഗമേഷന് ശേഷം മെർജർ എന്നുകൂടി ചേർക്കണം. അപ്പോൾ ഹെഡിങ് ഇങ്ങനെ വരും: അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. അപ്പോൾ മെർജർ എന്നുള്ളത് അമാൽഗമേഷന് ശേഷം കൂട്ടിച്ചേർക്കണം. ഇനി അതിൽ തന്നെ സബ്സെക്ഷൻ 1 എ സൊസൈറ്റി മേ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് രജിസ്ട്രാർ എന്നവിടെ വരണം. എ സൊസൈറ്റി മേ ബൈ എ റെസൊല്യൂഷൻ എന്നാണ് അവിടെ. എ സൊസൈറ്റി മേ കഴിഞ്ഞിട്ട് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ. ഇപ്പോൾ രജിസ്ട്രാറുടെ മുൻകൂട്ടിയുള്ള അനുവാദം, മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി എന്നവിടെ ആക്കണം. എ സൊസൈറ്റി എന്നുള്ള ആ വാക്കിന് ശേഷം എ സൊസൈറ്റി മേ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ. അതിനുശേഷം എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ 2/3 majority ഓഫ് ദ മെമ്പേഴ്സ് എന്നായി. ഈ 2/3 പകരമായിട്ട് അവിടെ സിമ്പിൾ എന്നാക്കണം. സിമ്പിൾ 2/3 പകരം സിമ്പിൾ എന്ന് പറഞ്ഞാൽ 3/2 ഭാഗത്തിൻ്റെ എന്ന വാക്കുകൾക്ക് പകരം കേവല എന്നാക്കണം. സിമ്പിൾ, കേവല ഭൂരിപക്ഷം, അതാണ് എന്നാണ് ചേർക്കേണ്ടത്. സബ്സെക്ഷൻ 2 സൊസൈറ്റീസ് മേ എന്നതിന് ശേഷം വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ, മുമ്പ് പറഞ്ഞ മാതിരി രജിസ്ട്രാറുടെ മുൻകൂട്ടിയുള്ള അനുവാദം എന്നവിടെ ആക്കണം. സബ്സെക്ഷൻ 2 എനി 2 or more സൊസൈറ്റീസ് മേ ബൈ എ റെസൊല്യൂഷൻ എന്നാണ്. അപ്പോൾ എനി 2 or more സൊസൈറ്റീസ് മേ with the prior approval of the registrar by a resolution passed by, വീണ്ടും 2/3 majority മാറ്റി സിമ്പിൾ മജോറിറ്റി ആക്കണം, കേവല ഭൂരിപക്ഷം ആക്കണം അവിടെ. അപ്പോൾ സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 ഈ മാറ്റങ്ങൾ വരുത്തുക. ഇനി സബ്സെക്ഷൻ 2 ശേഷം പുതുതായിട്ടൊരു 2A വരുന്നു. സബ്സെക്ഷൻ 2 ശേഷം നിലവിൽ 3 ആണ്, സബ്സെക്ഷൻ 3 ആണ്. അതിനിടയ്ക്ക് 2A എന്ന് പറഞ്ഞോണം പുതുതായിട്ട് ചേർക്കുന്നുണ്ട്. അതിതാണ്: നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് ടു ദ കോൺട്രറി കണ്ടെയ്ൻഡ് ഇൻ എനി അതർ ലോ ഇൻ ഫോഴ്സ് ഓർ ഇൻ ദ റൂൾസ് ഓർ ഇൻ ദ ബൈലോസ് ഓഫ് എനി സൊസൈറ്റി, 1 or more societies may merge with any other society by a resolution passed by simple majority at the general body meeting of each such society. അപ്പോൾ പൊതുയോഗത്തിൽ കേവല ഭൂരിപക്ഷത്തോടുകൂടി സംഘത്തെ മെർജ് ചെയ്യാം, മറ്റ് സംഘങ്ങളുമായിട്ട് മെർജ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് അതിൻ്റെ താഴെ ഒരു പാരഗ്രാഫും കൂടെ വരുന്നുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ബിഫോർ എഫക്റ്റിംഗ് സച്ച് മെർജർ a resolution of the society with whom it has to merge shall give its approval permitting such merger by a resolution passed by simple majority of the general body of such a society. അപ്പോൾ ഈ മെർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബിഫോർ എഫക്റ്റിംഗ് സച്ച് മെർജർ എ റെസൊല്യൂഷൻ, ഒരു തീരുമാനം എടുക്കണം പൊതുയോഗത്തിൽ. പൊതുയോഗം കൂടി കേവല ഭൂരിപക്ഷത്തോടുകൂടി സിമ്പിൾ മെജോറിറ്റി മതി. അവിടെ ഒരു തീരുമാനം എടുത്ത് മെർജ് ചെയ്യുന്ന സംഘം ഏത് സംഘത്തിലേക്കാണ് മെർജ് ചെയ്യുന്നത് അതിൽ അങ്ങനെ അത് തീരുമാനം കൂടെ എടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് അതിനകത്ത് ആ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷൻ 14 വന്നിരിക്കുന്ന മാറ്റങ്ങൾ. പിന്നെ ഒരെണ്ണം കൊണ്ട് അതിനകത്ത് വരുന്നുണ്ട്. സബ്സെക്ഷൻ 7 ശേഷം ഒരെണ്ണം കൊണ്ട് അതിനകത്ത് വരും, 14 തന്നെ വരുന്നുണ്ട്.
7ാം ഉപവകുപ്പിന് ശേഷം 8 എന്ന് പറയുന്ന ഒരു ഉപവകുപ്പ് അവിടെ വരുന്നുണ്ട്. അതായത് കൈമാറ്റത്തിന് വേണ്ടിയുള്ള വിശദമായ പദ്ധതി രജിസ്ട്രാർ പുറപ്പെടുവിക്കേണ്ടതാണ്. അത്രയേ ഉള്ളൂ അതിനകത്ത് 8ാമത് വരുന്നത്. കൈമാറ്റത്തിന് വേണ്ടിയുള്ള വിശദമായ പദ്ധതി രജിസ്ട്രാർ പുറപ്പെടുവിക്കേണ്ടതാണ്. ഇത്രയാണ് സെക്ഷൻ 14 വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് സെക്ഷൻ 14A അതുപോലെ 14AA വന്നിരിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്തെല്ലാം മാറ്റങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ സെക്ഷൻ 3 തൊട്ട് 14 വരെയുള്ള എല്ലാം തുടർച്ചയായിട്ടില്ല. അതിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്ന സെക്ഷനും സബ്സെക്ഷനും എല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് പുതുതായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കൂട്ടിച്ചേർക്കേണ്ടി വന്നിട്ടുള്ള എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കുന്ന പറഞ്ഞിട്ടുണ്ട്, പുതുതായിട്ട് ചേർക്കുന്നത് പറയുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഇനി വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.